യെസ്, നിങ്ങൾ ഓരോരുത്തരും വായിച്ച കാര്യങ്ങൾ സത്യം തന്നെയാണ്. അതായത് കാങ് തിരിച്ചു വരാൻ പോവാണ്. അതുകൂടാതെ തന്നെ ഡെഡ് പൂൾ ആൻഡ് വൂൾവറിൻ ഡിലേസ്, ഇതേപോലെയുള്ള കുറേയധികം ഹോളിവുഡ് സീരീസുകളുടെ സിനിമകളുടെ എല്ലാത്തിനെയും ഒരു ന്യൂസ് അപ്ഡേറ്റ്സ് ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഓരോരുത്തരും നോക്കാൻ പോകുന്നത് തന്നെ. സോ എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളയാം. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിനും എനിക്ക് ആദ്യം നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളൊരു കാര്യം, നേരത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അതായത് എനിക്ക് നല്ല രീതിയിൽ തന്നെ ത്രോട്ട് പെയിൻ ഉണ്ട്, അത് മാറിയിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മാറുമെന്ന് വിചാരിച്ചിരുന്നല്ലാതെ ഇതുവരെ മാറിയിട്ടില്ല. ഇനി അടുത്ത കുറച്ച് ദിവസങ്ങളിലുള്ളിൽ അത് മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൂടാതെ തന്നെ ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടാണ്, ഒരു രക്ഷയില്ല. സോ ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്ക് എല്ലാം തികഞ്ഞിരിക്കുക തന്നെയാണ്. സോ ഇനി നമുക്ക് നേരെ നമ്മുടെ ന്യൂസ് വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സോണി വേഴ്സിലേക്ക് നമുക്ക് നോക്കാം. സോണി പിക്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം. കാരണം റീസെൻ്റ്ലി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന മാഡം വെബ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എത്രയും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു സോണിയെ സംബന്ധിച്ച് എന്നുള്ളൊരു കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ആൻഡ് റീസെൻ്റ്ലി നമുക്ക് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ ആ ഒരു സിനിമയെക്കുറിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോണിക്ക് 100 മുതൽ 200 മില്യനാണ് ആ ഒരു സിനിമ കൊണ്ട് നഷ്ടമുണ്ടാക്കിയത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് റീസെൻ്റ്ലി നമുക്ക് മറ്റൊരു ന്യൂസും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സ്പൈഡർമാൻ്റെ ആ ഒരു ട്രിയോളജി അവർ റിലീസ് ചെയ്യാൻ പോകാന്നുള്ളൊരു കാര്യം. ട്രിയോളജി അല്ല, സത്യം പറഞ്ഞാൽ ആൻഡ്രൂ ഗ്രാഫീൽഡ്, ടോബി മെക്യൂർ, അതുകൂടാതെ തന്നെ ടോം ഹോളിൻ്റെ സിനിമകളെല്ലാം അവർ റിലീസ് ചെയ്യാൻ പോവാണ് ഒഫീഷ്യൽ തിയേറ്റേഴ്സിൽ തന്നെ എന്നുള്ളൊരു കാര്യം. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് തന്നെയാണ് കാര്യം. വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് സ്പൈഡർമാനൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. സോ അതാണ് ഏറ്റവും വലിയൊരു കാര്യം. ഇനി നമുക്ക് നേരെ സോണിയുടെ ഇനി വരാനിരിക്കുന്ന പ്രൊജക്റ്റ് ആയിട്ടുള്ള ക്രേവൻ ദ ഹണ്ടർ എന്ന് പറഞ്ഞ സിനിമയിലേക്ക് നമുക്ക് പോകാം. റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവർ ആരോൺ ടൈലർ ജോൺസണോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമുക്കറിയാം സോണി വൈസിലുള്ള സിനിമയൊക്കെ ഇപ്പോൾ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. സോ എന്തുകൊണ്ടാണ് ആരോൺ ടൈലർ ജോൺസൺ ഈ ഒരു റോളിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ആക്ച്വലി സോണിക്ക് വേണ്ടി സമ്മതിച്ചത് എന്നുള്ളൊരു കാര്യം ചോദിച്ചപ്പോൾ ആരോൺ ടൈലർ ജോൺസൺ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ പൊട്ടൻഷ്യൽ ഉണ്ട്, അതുകൂടാതെ ഈ ഒരു ക്യാരക്ടറിൻ്റെ സ്റ്റോറി നല്ല രീതിയിൽ തന്നെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ടൈലർ ജോൺസന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ക്രേവൻ ദ റോള് പുള്ളിക്കാരൻ ആക്ച്വലി എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ ഈ ഒരു സിനിമ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചെന്നുള്ളൊരു കാര്യമാണ് പുള്ളിയുടെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ ഇത്രയും ആരോൺ ടൈലർ ജോൺസണോട് ഞാൻ പറയുള്ളൂ, ഇപ്പം ജെയിംസ് ബോണ്ടിൻ്റെ റോള് പുള്ളിക്കാരൻ എന്താണെങ്കിലും 90% കൺഫേം ആയിരിക്കുകയാണ്. ബ്രോ പ്ലീസ് ആ ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ. അല്ലാതെ ഇതേപോലെയുള്ള എന്താ പറയുക കൂതറ സോണിയുടെ സൂപ്പർ ഹീറോ ഫിലിംസിലൊന്നും ഫോക്കസ് ചെയ്യരുതെന്നുള്ള ഒരേ ഒരു അപേക്ഷ മാത്രമേ എനിക്ക് ആരോൺ ടൈലർ ജോൺസണോട് എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആരോൺ ടൈലർ ജോൺസൺ പുതിയ ജെയിംസ് ബോണ്ട് ആകുന്നതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. ഞാൻ ഇതേ പറയുള്ളൂ, ക്രേവൻ ദ ഹണ്ടർ ആകാൻ പോകണ്ട, പോയി ജെയിംസ് ബോണ്ട് ആകുമെന്ന് മാത്രമേ ഞാൻ എന്താണെങ്കിലും പേഴ്സണലി ഞാൻ പറയുള്ളൂ. സോ അതുകൂടാതെ തന്നെ DC-യുടെ എൽസ് വേൾഡ് സ്റ്റോറി ലൈനിൽ വരുന്ന ടോഡ് ഫിലിപ്സിൻ്റെ ജോക്കറിൻ്റെ 2ാം ഭാഗത്തിനെ കുറിച്ച് നമുക്ക് വേറെ കുറേ പുതിയ അപ്ഡേറ്റ്സ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, സിനിമയുടെ ടോൺ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ആദ്യത്തെ സിനിമയെക്കാളും കുറച്ചും കൂടി ഡാർക്കർ ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും, കുറച്ചും കൂടി ഡാമേജിങ് ആയിട്ടുള്ളൊരു സിനിമയായിരിക്കും ജോക്കർ 2 എന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമ ഹാർലി ക്വിന്നെയാണ് കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകണേ എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ലേഡി ഗാഗയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് ഹാർലി ക്വിൻ്റെ റോള് ചെയ്യുന്നത്. സോ നമുക്ക് അതായത് ആദ്യത്തെ സിനിമയിൽ നമ്മൾ ആക്ച്വലി ജോക്കറിൻ്റെ ഒരു ക്യാരക്ടർ സ്റ്റഡി ആയിരുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സിനിമയ്ക്കകത്ത് ഹാർലി ക്വിൻ ആയിരിക്കും കുറച്ചും കൂടി കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നുള്ളൊരു കാര്യമാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞാനൊരു രീതിയിൽ എക്സൈറ്റഡ് തന്നെയാണ്. അതുകൂടാതെ ഈ ഒരു സിനിമ ഒരു മ്യൂസിക്കൽ സിനിമ കൂടി തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ 5-6 പാർട്ടി കൂടുതൽ എന്താണെങ്കിലും ഈ സിനിമയ്ക്കകത്ത് ഉണ്ടാവും എന്നുള്ളൊരു അപ്ഡേറ്റും കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ബാറ്റ്മാൻ ഫാൻസിന് വേണ്ടി എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ബാറ്റ്മാൻ്റെ അതായത് ആ ഒരു സിഗ്നേച്ചർ, ആ ഒരു ലെജൻഡറി വില്ലൻസിൻ്റെ ആ ഒരു റോ ഗാലറിയിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒട്ടുമിക്ക കുറേയധികം ക്യാരക്ടേഴ്സിൻ്റെ കമിയോ നമുക്ക് ജോക്കർ 2-ൽ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടി ടോഡ് ഫിലിപ്സ് എന്താണെങ്കിലും കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ് ആരെയൊക്കെ കാണാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം കാണാൻ വേണ്ടി തന്നെ. ചിലപ്പോൾ നമുക്ക് മാഡ് ഹാറ്ററിനെ നമുക്ക് ലഭിക്കുമായിരിക്കും, പ്രൊഫസർ പിഗ്, അതുകൂടാതെ തന്നെ ഹഷ്, ഇതേപോലത്തെ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് ലഭിക്കാം കമിയോ എന്നുള്ള രീതിയിൽ തന്നെയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ആൻഡ് ടു ഫേസ്, പിന്നെ പെൻഗ്വിൻ. ആൻഡ് പെൻഗ്വിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു മറ്റൊരു കാര്യം. നമുക്കറിയാം, നേരത്തെ ന്യൂസിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്റ്മാൻ്റെ പാർട്ട് 2 അവർ ഡിലേ ചെയ്തു എന്നുള്ളൊരു കാര്യം തന്നെ. പക്ഷേ മാറ്റ് റീവ്സിൻ്റെ യൂണിവേഴ്സിലുള്ള പെൻഗ്വിൻ്റെ ഒരു ഒഫീഷ്യൽ
മിനി സീരീസ് നമുക്ക് എന്താണെങ്കിലും ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ട്രെയിലേഴ്സ് നമുക്കിപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് തന്നെയായിരിക്കും. സോ നിങ്ങൾ ആക്ച്വലി എക്സൈറ്റഡ് തന്നെയാണോ? കാരണം കോളിൻ ഫാരലിൻ്റെ ആ ഒരു മേക്കപ്പ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര കിഡിലനായിട്ട്. കാരണം കോളിൻ ഫാരൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ടറിനെ പോലും നമുക്ക് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മേക്കപ്പാണ് ആ ഒരു സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സീരീസിനകത്ത് നമുക്ക് എന്താണെങ്കിലും കാണാൻ സാധിക്കുന്നത് അത് തന്നെയായിരിക്കും. സോ നിങ്ങൾ എക്സൈറ്റഡ് ആണോ പെൻഗ്വിൻ സീരീസ് എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതാണ്. സോ ഇനി നമുക്ക് ആന്റണി മാക്കിയുടെ പുതിയ ഇറങ്ങാൻ പോകുന്ന ക്യാപ്റ്റൻ അമേരിക്ക സിനിമയെക്കുറിച്ച് വേറെ കുറച്ച് അപ്ഡേറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യം തന്നെ ലഭിച്ചിട്ടുള്ള ഒരു രീതിയിൽ നോക്കിക്കുന്ന ഒരു ബാഡ് ന്യൂസ് തന്നെയാണ്. അതായത് തന്നെ ബക്കി, അതായത് നമ്മുടെ വിന്റർ സോൾജർ സിനിമയ്ക്കകത്ത് ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് എന്താണെങ്കിലും മനസ്സിലാക്കാനായിട്ടുള്ളത്. ഇത് റീസെൻ്റ് ഒരു ഇൻ്റർവ്യൂവിനകത്ത് ആന്റണി തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ക്യാപ്റ്റൻ അമേരിക്കയുടെ പുതിയ സിനിമയിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ഹൾക്ക് എന്താണെങ്കിലും അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമുക്ക് മാർക്ക് റഫലിലൂടെ ഹൾക്കിനെയും കൂടി കിട്ടാൻ സാധ്യത വളരെ കൂളായിട്ടാണ് എനിക്ക് തോന്നുന്നത് തന്നെ. സോ എന്താണെങ്കിലും വിന്റർ സോൾജറിനെ നമുക്ക് കാണാൻ സാധിക്കില്ല. സ്റ്റീവ് റോജർ പോയതുപോലെ തന്നെ വിന്റർ സോൾജറും ആ വഴിക്ക് തന്നെ വിട്ടിട്ടുണ്ടാവും, അല്ലാതെ വേറെ ഒന്നും പറയാൻ സാധിക്കില്ല. ആൻഡ് അത് പറയുമ്പോൾ തന്നെ നമുക്ക് പപ്പോയുടെ ഒരു ലൈവ് ആക്ഷൻ സിനിമ അവരെന്താണെങ്കിലും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത് തന്നെ പപ്പോയുടെ ഒരു ലൈവ് ആക്ഷൻ സിനിമ നമുക്ക് ലഭിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് ബ്രൂട്ടസിൻ്റെ ക്യാരക്ടറിനെ ആരായിരിക്കും ചെയ്യാൻ പോകുന്നത് അത് കാണാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ തന്നെ എക്സൈറ്റഡ് തന്നെയാണ്. ആൻഡ് അവർ സ്പിനാച്ച് കാര്യങ്ങളെല്ലാം തന്നെ ഇതും മറ്റൊരു ചൈൽഡ്ഹുഡ് മെമ്മറി തന്നെയാണ്, അല്ലാതെ വേറെ ഒന്നും എന്താണെങ്കിലും എനിക്കും പറയാൻ സാധിക്കുന്ന കാര്യം തന്നെയല്ല. സോ ഇനി നമുക്ക് റീസെൻ്റ്ലി ഒരു ഇൻ്റർവ്യൂവിനകത്ത് സ്പൈഡർമാൻ്റെ സിനിമയ്ക്കകത്ത് മിസ്റ്റീരിയോയുടെ ക്യാരക്ടറിനെ ചെയ്തിട്ടുണ്ടായിരുന്ന ജെയ്ക്ക് ജിലൻഹോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് DC യൂണിവേഴ്സിനകത്ത് ബാറ്റ്മാൻ്റെ ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു റോള് പുള്ളിക്കാരന് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരന് അത് പ്ലേ ചെയ്യാൻ നല്ല രീതിയിൽ തന്നെ ആഗ്രഹമുണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ആൻഡ് നിങ്ങൾക്ക് അറിയുമോയെന്ന് എനിക്കറിയില്ല, ക്രിസ്റ്റഫർ നോളൻ്റെ ആ ഒരു ഡാർക്ക് നൈറ്റ് ട്രിയോളജിക്കകത്ത് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യൻ ബേലിന് മുമ്പ് ജെയ്ക്ക് ജില്ലൻഹോളിനെ അവർ ആക്ച്വലി കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ബാറ്റ്മാൻ്റെ റോളിന് വേണ്ടി തന്നെ. സോ ചിലപ്പോൾ നമുക്ക് ഒരു എൽസ്വേൾഡ് സ്റ്റോറി ലൈനിൽ ചിലപ്പോൾ ജെയ്ക്ക് ജില്ലൻഹോളിനെ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ DC യൂണിവേഴ്സിനകത്ത് ഇപ്പോഴും നമുക്കറിയില്ല ആരാണ് ബാറ്റ്മാൻ എന്നുള്ളൊരു കാര്യം തന്നെ. സോ ജെയിംസ് ഗൺ മേക്ക് ഇറ്റ് ഹാപ്പൻ എന്നുള്ളൊരു കാര്യം മാത്രമേ എനിക്ക് എന്താണ് ജെയിംസ് ഗണ്ണിനോടും പറയാനുള്ളൂ. ഇനി നമുക്ക് നേരെ നമ്മുടെ ഗെയിമിംഗ് സെഗ്മെൻറ്റിലേക്ക് പോകാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്, എനിക്കറിയാം നിങ്ങളെപ്പോലെ തന്നെ ഞാനും GTA 6 വേണ്ടി തന്നെ വെയിറ്റ് ചെയ്തിരിക്കുക തന്നെയാണ്. പക്ഷേ റീസെൻ്റ്ലി നമുക്കൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുള്ള 2025 ഗെയിം റിലീസ് ചെയ്യാൻ പോകണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് ഇറങ്ങിയ ട്രെയിലേഴ്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കൺസോൾസിന് വേണ്ടി മാത്രം, അതായത് Xbox Series Sനും PSYക്കും വേണ്ടി മാത്രം. PC പ്ലേയേഴ്സ് പിന്നെ എന്താണെങ്കിലും നല്ല രീതിയിൽ തന്നെ വെയിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇതാണ് അവർ ആക്ച്വലി ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്ത സമയത്ത് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അപ്ഡേറ്റ്. പക്ഷേ റീസെൻ്റായിട്ടുള്ളൊരു പുതിയ അപ്ഡേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റോക്സ്റ്റാർ ഗെയിംസിന് കുറച്ചും കൂടി കാര്യങ്ങൾ വേണം, അതായത് ഗെയിമിൻ്റെ ഡെവലപ്മെൻ്റ് ഒന്നും കറക്റ്റായിട്ടല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും മിക്കവാറും ഗെയിം 2026 തന്നെ ഡിലേ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം. സോ PC ഗെയിമേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് 2028 വരെ നമുക്ക് എല്ലാവർക്കും കടന്നുറങ്ങി നമുക്ക് ഇങ്ങനൊരു സാധനം എന്താ പറയുക സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമുക്ക് എന്താണെങ്കിലും റെസ്റ്റ് എടുക്കാം, അല്ലാതെ വേറൊരു കാര്യം ഞാൻ ഇതിനകത്ത് കാണുന്നില്ല. ഇനി നമുക്ക് നേരെ മാർവലിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗോസ്റ്റ് റൈഡറിനെ കുറിച്ച് തന്നെയാണ് പറയാനുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ഗോസ്റ്റ് റൈഡറിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഏജൻറ്റ്സ് ഓഫ് ഷീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സീരീസിൽ തന്നെയാണ്. ആൻഡ് അതിനകത്ത് ഗോസ്റ്റ് റൈഡർ വളരെ കിടലനായിട്ട് തന്നെ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ട്. പക്ഷേ റീസെൻ്റ്ലി മാർവൽ തന്നെ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഏജൻറ്റ്സ് ഓഫ് ഷീൽഡ് സത്യം പറഞ്ഞാൽ ക്യാനൻ ആയിട്ടുള്ളൊരു സീരീസ് അല്ല, അതുകൊണ്ട് തന്നെ അതിനകത്തുള്ളൊരു ഗോസ്റ്റ് റൈഡർ ആയിരിക്കില്ല MCUവിൽ വരാൻ പോണേ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും പറയുള്ളൂ, ജോണി ബ്ലേസിൻ്റെ ക്യാരക്ടറിനെ ചെയ്യാൻ പറ്റിയിട്ടുള്ള മെയിൻ ആൾ മറ്റാരുമല്ല നമ്മുടെ നിക്ക് കേജ് തന്നെയാണ്. സോ നിക്കോളാസ് കേജിൻ്റെ ആ ഒരു വെർഷൻ ഓഫ് ഗോസ്റ്റ് റൈഡറിനെ തന്നെ തിരിച്ച് MCUവിൽ കാണാൻ വേണ്ടിയിട്ടാണ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ആഗ്രഹം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതുമാണ്. സോ ഇനി നമുക്ക് ഈ ആഴ്ചയിലെ മെയിൻ ന്യൂസിലേക്ക് തന്നെ നമുക്ക് കിടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ടത് തന്നെയാണ്, മാർവൽ ഇപ്പോൾ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്യാങ് എവിടെയും പോയിട്ടില്ല, ക്യാങ് തിരിച്ചു വരുന്നു എന്നുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അപ്പോൾ നിങ്ങൾ തന്നെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ റീസെൻ്റ്ലി നമ്മുടെ ന്യൂസിനകത്ത് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാങ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞ സിനിമ സംഭവിക്കാൻ പോകുന്നില്ല, അത് അവർ ചേഞ്ച് ചെയ്തിട്ട് സീക്രട്ട് വാർസ് പാർട്ട് 1 പാർട്ട് 2 എന്നുള്ള രീതിയിലൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. പക്ഷേ റീസെൻ്റ്ലി ഉള്ള അപ്ഡേറ്റിൽ ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. അതായത് ക്യാങ് ഡൈനാസ്റ്റി സിനിമ സംഭവിക്കും, മൾട്ടിവേഴ്സ് സാഗയുടെ ഏറ്റവും വലിയ വില്ലൻ അത് മറ്റാരുമല്ല ഡൂമൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ മെഫിസ്റ്റോ ഒന്നും ആയിരിക്കില്ല, അത് ക്യാങ് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് എത്രത്തോളം, അതായത് ഇതിനു മുമ്പ് ഇവരിങ്ങനെയല്ല നമ്മളോട് ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെ. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കും ജോണതൻ മേജേഴ്സ് തന്നെ ആയിരിക്കും ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. ജോണതൻ മേജേഴ്സിനെ അവരെന്താണെങ്കിലും ഫയർ ചെയ്തത് തന്നെയാണ്. സോ അവർക്ക് എന്താണെങ്കിലും അപ്പോൾ റീകാസ്റ്റ് ചെയ്തേ സാധിക്കുള്ളൂ. സോ അപ്പോൾ എപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു റീകാസ്റ്റ് ലഭിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം D20 അടുത്ത് വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. സോ മേ ബി ചിലപ്പോൾ മാർവൽ ചെയ്യാൻ പോകണേ ആ ടൈമിൽ തന്നെ ആയിരിക്കും, കോമിക് മോണിൻ്റെയൊക്കെ ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കാം അവർ റീകാസ്റ്റ് ചെയ്യാൻ സാധ്യത കൂടുതലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് വേറെ അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടില്ല.
പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ക്യാങ് എവിടെയും പോയിട്ടില്ല, ക്യാങ് തന്നെയായിരിക്കും മൾട്ടിവേഴ്സ് സാഗയുടെ മെയിൻ വില്ലൻ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. സോ ഇനി നമുക്ക് ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ സെഗ്മെന്റിലേക്ക് തന്നെ നമുക്ക് കടക്കാം. അതിനകത്ത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നേരത്തെ വീഡിയോസിനകത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു ട്രെയിലർ ഈ മാസം നമുക്ക് ലഭിക്കുന്നത് തന്നെയായിരിക്കും. ഒരു ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് ലഭിക്കും എന്നുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് തന്നെയായിരുന്നു. അവരതിൻ്റെ അണിയറ പ്രവർത്തനത്തിൽ തന്നെയായിരുന്നു. ട്രെയിലർ ഓൾമോസ്റ്റ് ഫിനിഷ് ആയെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ട്രെയിലർ നമുക്ക് എന്താണെങ്കിലും ഈ മാസം നമുക്ക് ലഭിക്കില്ല. കാരണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കുറേയധികം റീഷൂട്ട്സും കാര്യങ്ങളിലൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ്. ഹ്യൂജ് ആയിട്ടുള്ള റീഷൂട്ടൊന്നും അല്ല, മോസ്റ്റ്ലി കമിയോസിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പോസ്റ്റ് ക്രെഡിറ്റ് സീനും കാര്യങ്ങളെല്ലാം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളാരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ അതിൻ്റെ റീഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ മാസം നമുക്ക് എന്താണെങ്കിലും ട്രെയിലർ നമുക്ക് ലഭിക്കില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് അടുത്ത മാസം മെയിൽ നമുക്ക് ഏകദേശം എക്സ്പെക്റ്റ് ചെയ്യാമെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് മാർവലിൻ്റെ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തന്നെ. എൻ്റെ പൊന്നോ, സോറി നല്ല തൊണ്ടവേദനയാണ്. അതുകൊണ്ട് എനിക്ക് കുറേ ഇവിടെ കിടന്ന് കാറാൻ സാധിക്കില്ല. ഇപ്പം തന്നെ സൗണ്ട് അടഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ്. സോ നമുക്ക് എന്താണെങ്കിലും വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഏകദേശം ഈ ഒരു ആഴ്ചയിലെ ന്യൂസിലും അപ്ഡേറ്റ്സിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് പിന്നെ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന 2-3 കാര്യങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതായത് ഹൗസ് ഓഫ് ഡ്രാഗൺസിൻ്റെ സീസൺ 2 ട്രെയിലർ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ ബീറ്റിൽ ജ്യൂസിൻ്റെയും ഒരു 2ാം പാർട്ട് ആ ഒരു സിനിമയുടെ വരുന്നുണ്ട്. മൈക്കൽ കീറ്റൻ തന്നെയാണ് വീണ്ടും ആ ഒരു റോളിനെ സത്യം പറഞ്ഞാൽ റീപ്രൈസ് ചെയ്യാൻ പോകുന്നത് തന്നെ. സോ ഇതെല്ലാം തന്നെയാണ് നമുക്ക് ഏകദേശം ഈ ഒരു ആഴ്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ക്യാങ്ങിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യങ്ങളും അതുകൂടാതെ തന്നെ ഡെഡ്പൂളിൻ്റെ ആ ഒരു ട്രെയിലർ ഡിലേ ചെയ്തിട്ടൊരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിച്ചതിൻ്റെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ തന്നെയാണ്. ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് എന്താണെങ്കിലും ഡിസ്ലൈക്ക് ചെയ്യാൻ തന്നെയാണ്. ഒന്നുമില്ലെങ്കിൽ ഞാൻ തൊണ്ട പൊട്ടി ചാകാതിരുന്നാൽ മതി. ഓ മൈ ഗോഡ്. സോ താങ്ക് യു സോ മച്ച്. ജീവനുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് കാണാം. സോ സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.